അബ്ദുൾ റഹീം കേസിലെ റിയാദ് സുപ്രീം കോടതി വിധി ആശ്വാസകരമെന്ന് നിയമസഹായ സമിതി. കേന്ദ്ര സർക്കാരിനും സൗദി ഭരണകൂടത്തിനും ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി. ശിക്ഷാ നടപടികൾ പൂർത്തിയാക്കി മെയ് മാസത്തോടെ റഹീം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും സമിതി അറിയിച്ചു. റഹീമിന് അനുകൂലമായ വിധി അപ്പീൽ കോടതി അത് നിലനിർത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 20 വർഷത്തെ തടവ് ഏകദേശം അടുത്ത മെയ് മാസത്തോടു കൂടി അവസാനിക്കും. മെയ് മാസത്തിൽ അദ്ദേഹത്തെ നമുക്ക് നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, മെയ് മാസത്തോടെ അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നു. നമുക്കറിയാം, ഈ നേരത്തെ സുപ്രീം കോടതിയിൽ ഈ വിധി ശിക്ഷാ ഇളവിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതിയും ആ ഇളവ് ശരിവച്ചിരിക്കുകയാണല്ലോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഹർഷൻ, തീർച്ചയായും ഏറെ സന്തോഷകരമായ ഒരു വിധിയായിട്ട് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ കുടുംബവും ഒക്കെ ഇതിനെ കാണുന്നത്. കാരണം അപ്പീൽ കോടതി വിധിക്കെതിരെ കൂടുതൽ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേറെ ആശങ്കയുണ്ടാക്കിയ കാര്യമായിരുന്നു. 20 കൊല്ലത്തോളമായി ഇതുമായി ബന്ധപ്പെട്ട നിയമയുദ്ധം നടത്തുന്ന നിയമസഹായ സമിതിക്ക് പോലും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഘട്ടമായിരുന്നു. പ്രോസിക്യൂഷന്റെ ഈ നിലപാട് വീണ്ടും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും മറ്റുമുള്ള നിലപാടാണ് സുപ്രീം കോടതി റദ്ദ് ചെയ്തത്, അത് ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ കീഴ്ക്കോടതി വിധി പ്രകാരമുള്ള 20 വർഷത്തെ ശിക്ഷ അടുത്ത മെയ് മാസത്തോടെ പൂർത്തിയാകുന്നതിന് മുറയ്ക്ക് സ്വാഭാവികമായിട്ടും അബ്ദുൾ റഹീമിന് നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ വർഷം ദിയാധനം ഉൾപ്പെടെ 37 കോടിയിലധികം രൂപ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കാര്യങ്ങളിലേക്ക് വന്നത്. എന്തായാലും ഈ സുപ്രീം കോടതി വിധി വളരെ നിർണായകമാണ്, അവർക്ക് ആശ്വാസകരമാണ്. ഹർഷൻ, മെയ് മാസത്തോടെ തിരിച്ചെത്താൻ കഴിയും അദ്ദേഹത്തിന് എന്നാണ് രതീഷ് വാസുദേവൻ റിപ്പോർട്ട് ചെയ്യുന്നതും.